സാധാരണയായി ആദിയോഗിയായ ശങ്കരനെ ധ്യാനത്തിൻ്റെ ആഴത്തിലുള്ള അവസ്ഥയിലാണ് ചിത്രീകരിക്കുന്നത്. ശാന്തമായ പ്രകൃതിയുടെ നടുവിൽ പകുതിയടഞ്ഞ കണ്ണുകളോടെ കൈലാസ പർവ്വതത്തിൻ്റെ മുകളിൽ ശാന്തമായിരിക്കുന്ന ശങ്കരൻ. ചിത്രീകരണം പ്രതീകാത്മകം മാത്രമല്ല, അഗാധവുമാണ്. ധ്യാനത്തിലൂടെയും ആത്മനിയന്ത്രണത്തിലൂടെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കീഴടക്കിയ മാസ്റ്റർ യോഗിയാണ് ശങ്കരൻ. ആത്മീയ അന്വേഷകർക്കുള്ള ഒരു പാഠപുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ധ്യാനാവസ്ഥ. ഉള്ളിലേക്ക് നോക്കി പ്രക്ഷുബ്ധമായ മനസ്സിനെ ശാന്തമാക്കി പ്രബുദ്ധതയുടെ പാതയിലാണ് ഒരു ആത്മീയ സാധകൻ തൻ്റെ യാത്ര തുടരേണ്ടത് എന്നാണ് ആ ചിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഭൗതികതയ്ക്ക് മുകളിലുയർന്ന് യഥാർത്ഥ സ്വത്വവുമായി ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കേന്ദ്രബിന്ദുവായ ഉപബോധ മനസ്സ്, നിശ്ചലത, ആഴത്തിലുള്ള ആത്മീയ ധാരണ എന്നിവയുടെ ഊർജത്തെയാണ് ശങ്കരൻ പ്രതിനിധീകരിക്കുന്നത്. അദ്ദേഹം ഉൾക്കൊള്ളുന്ന ആത്മീയ പാതയിൽ നമുക്ക് അല്പം പര്യവേക്ഷണം ചെയ്യാം. ശങ്കരൻ പ്രതിനിധീകരിക്കുന്ന ആത്മീയ സാധനകളിൽ ധ്യാനം കേന്ദ്രത്തിലായിരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ധ്യാനത്തിന് വ്യക്തിയെ കാതലായ തലത്തിൽ മാറ്റാനുള്ള കഴിവുണ്ട് എന്നതാണ്. ലോകത്തിൽ നിന്ന് മനസ്സിനെ ഇടവേളകളിൽ അന്തർമുഖമാക്കുന്നതിനെയാണ് ഇവിടെ ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനത്തിലൂടെ ഉപരിപ്ലവമായ ചിന്തകളെയും വികാരങ്ങളെയും മറികടന്ന് ശുദ്ധമായ ബോധാവസ്ഥയിലെത്താൻ കഴിയും. ഹരിനാമകീർത്തനത്തിൽ പറയുന്നത് പോലെ അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ. അറിവും ജ്ഞാനവും ഉള്ളിലാണെന്ന വസ്തുതയാണ് ധ്യാനം അത്തരം ആന്തരിക അറിവിലേക്കുള്ള പാലമാണ്. മനുഷ്യ മനസ്സ് ദുഃഖത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും ഉറവിടമാകുന്നതിനാൽ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും മേലുള്ള ഈ നിയന്ത്രണം പ്രധാനമാണ്. ആത്മീയ സത്യങ്ങൾ വളരെ വ്യക്തമായി പ്രകടമാകുന്നതിന് മനസ്സ് ശാന്തവും ഏകാഗ്രവുമാകേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ ധ്യാനം വെറുമൊരു വ്യായാമമല്ല, മറിച്ച് ആഗ്രഹങ്ങളുടെയും ആസക്തികളുടെയും ചക്രത്തിൽ നിന്ന് സ്വയം മോചിപ്പിക്കുന്നതിന് സാധകനാവശ്യമായ ഒരു ശിക്ഷണമാണ്. ധ്യാനത്തിലൂടെ മനസ്സിനെ പരിശീലിപ്പിക്കുമ്പോൾ വ്യതിചലനങ്ങളോ ആസക്തികളോ മനസ്സിനെ കീഴടക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഈ ആത്മീയ ലഹരി മനുഷ്യ മനസ്സിനെ മറ്റെല്ലാ ലഹരികളിൽ നിന്നും സ്വാഭാവികമായി മുക്തമാക്കാൻ ശക്തിയുള്ളതാണ്. യോഗിയുടെ ജീവിതശൈലി സ്വീകരിക്കേണ്ടത് ഇന്നത്തെ യുവതലമുറയുടെ ആവശ്യമാണ്. ധ്യാനിക്കുന്നതിലൂടെ പരിപക്വമാവുന്ന ഒരു മനസ്സ് ഒരിക്കലും മറ്റൊരു ലഹരിക്കും അടിമപ്പെടുകയില്ല എന്നത് വ്യക്തമായ കാര്യമാണല്ലോ. യഥാർത്ഥ ജീവിതത്തിൽ ധ്യാനം മനസ്സിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ ശാന്തമാക്കുന്നു, സമ്മർദ്ദം കുറയ്ക്കുന്നു, മാനസിക വ്യക്തത നൽകുന്നു. ഏറ്റവും പ്രധാനമായി അത് സ്വന്തം സ്വഭാവത്തെ നേരിട്ട് അഭിമുഖീകരിക്കാനും അഹംഭാവം, ഭയം, അജ്ഞത എന്നിവയ്ക്ക് അപ്പുറത്തേക്ക് പോകാനും പ്രാപ്തരാക്കുന്നു. ധ്യാനമില്ലാതെ ആത്മീയ പരിണാമം പൂർണ്ണമല്ലെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. കാരണം തുടർച്ചയായ ആന്തരിക ഏകാഗ്രതയിലാണ് ഇച്ഛകളും മിഥ്യാധാരണകളും സഹജമായി ഉപേക്ഷിക്കപ്പെടുന്നത്. ഈ ആഴത്തിലുള്ള ആത്മീയ പരിശീലനം ആഴത്തിലുള്ള സമാധാനം, അനുകമ്പ, ആന്തരിക ധാരണ എന്നിവ വളർത്തുന്നു. ഈ പുണ്യപാതയിലൂടെ മുന്നേറുവാൻ സർവേശ്വരൻ്റെ എല്ലാ പിന്തുണയും നമുക്ക് ലഭിക്കുന്നു എന്നത് ഹൃദയത്തിൽ സർവേശ്വരനോടുള്ള നന്ദിയും കടപ്പാടും നിറയ്ക്കുന്നു. നമസ്കാരം.